വീണ്ടും പോലെ യാത്രയ്ക്കായി ഒരു ശക്തി തരുന്നു. ശുദ്ധമാകൂ വെളിച്ചത്തിൽ ഉള്ളാവകാശത്തിൽ പാടും ഞാൻ പങ്കുദൈവത്തിനും സ്തോത്രം സ്തോത്രം പാടും ഞാൻ സമയരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ബദ്ധത്തോടിടുന്നു. അത്യധികമായി അവർ അവകാശിക്കും. എന്നാൽ ദൈവം അവനെ പരിശോധിച്ചു. അവർ ധനിക്കായി കൊള്ളാവുന്നതാൻ കണ്ടെത്തി. പുലിയിൽ സ്വർണ്ണമെന്ന പോലെ താൻ അവരെ പരിശോധിച്ചു. ദഹനബലി പോലെ താൻ അവരെ സ്വീകരിച്ചു. തക്ക കാലത്ത് പരിശോധനയുണ്ടാകും. പ്രവർത്തനവും സന്ദർശനവും ഉണ്ടായിരിക്കും. ദുഷ്ടന്മാരോ അവരുടെ ചിന്തകൾക്കനുസരിച്ച് അപമാനം പ്രാപിക്കും. അവർ കർത്താവിനെ നിരസിക്കുകയും അവന്റെ വിശുദ്ധന്മാരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തവരല്ലോ. വിജ്ഞാനവും ശിക്ഷണവും അവഗണിക്കുന്നവൻ അരിഷ്ടനും അവന്റെ ആശാവർദ്ധവുമാകുന്നു. അവരുടെ പ്രയത്നങ്ങളിൽ പരിജ്ഞാനമില്ല. അവരുടെ പ്രവർത്തികൾ അഭിവൃദ്ധിപ്പെടുന്നതുമില്ല. അവരുടെ സ്ത്രീകൾ ജ്ഞാനമുള്ളവരല്ല. അവരുടെ മക്കളോ ദുഷ്ടന്മാരും സന്തതികൾ ശാപഗ്രസ്തരുമത്രേ. അശുദ്ധിയാകാത്തവളും പാപത്തിന്റെ ശരിയറിയാത്തവളുമായ ദൈവം ആത്മാക്കളെ പരിശോധിക്കുമ്പോൾ അവൾ ഫലം പ്രാപിക്കും. തന്റെ കരങ്ങൾ കൊണ്ട് പ്രമാണലംഘനമായൊന്നും ചെയ്തില്ലാത്തവളും ദൈവത്തിനെതിരെ പ്രയത്നത്തിന് വിശിഷ്ടമായ പ്രതിഫലം പരിവാഹതയുടെ ഏറ്റുപോകുകയില്ല. വ്യഭിചാരികളുടെ മക്കൾ കിരീടം ചൂടുവാൻ ഇടയാകുകയില്ല. പ്രമാണം ലംഘിച്ചുള്ള ശയത്തിൽ നിന്നുള്ള സന്തതി നശിച്ചു പോകും. ദീർഘകാലം അവർ ജീവിച്ചാലും ആരും അവരെ കാര്യമായി ഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യത്തിന്റെ അന്ത്യവും അപമാനമായിരിക്കും. പെട്ടെന്നാണ് മരണമെങ്കിലും അവർക്ക് പ്രത്യാശയോ നിശ്ചിത ദിവസത്തിൽ ആശ്വാസമായി ഉള്ളതിനാൽ